എന്നിട്ട് ഞാൻ ഉണ്ടായിരിക്കണോ? ഈ പ്രതിപക്ഷ നേതാവിനെതിരെ അന്ന് നിയമസഭയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ. അവിടെ പറഞ്ഞു. അപ്പൊ ആവശ്യം ഉണ്ടാവില്ല. അല്ലാതെ അതിനുശേഷം പക്ഷെ അതോടുകൂടി തീരുകയാണ് ചെയ്തത്. അല്ല, അത് ഞാനിവിടെ പറഞ്ഞു. ഞാൻ നടത്തിയ നിയമസഭയിലെ പ്രസംഗം, ആ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആഫീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ, അത് വിവരാവകാശ പ്രകാരം നിയമസഭയിൽ നിന്ന് അദ്ദേഹം വാങ്ങി, അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു അഴിമതിക്കാര ഇത് അന്വേഷണം എന്ന് പറഞ്ഞ് കോടതി കൊടുക്കുക. വിജിലൻസ് കോടതി അത് പോലീസിന് കൈമാറി, ക്രൈംബ്രാഞ്ചിന് കൈമാറി, റിപ്പോർട്ട് ചോദിച്ചു. അപ്പം എഴുതി കൊടുത്തു ഇതിലൊരു തെളിവില്ല. ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച PV അൻവറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല. അതാരെ സഹായിക്കാനാണ്? ഞാൻ അതോടുകൂടി നിർത്തിയത്. മനസ്സിലായില്ലേ? പരാതി കൊടുക്കലും ഇപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുന്നില്ല, പരാതി കൊടുത്തോ എഴുതി. ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ഒറ്റ പരാതിയെ കൊടുക്കുള്ളൂ. അത് ബഹുമാനപ്പെട്ട CM-ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കൊടുക്കും, അല്ലാതെ ഒരു പരാതിയില്ല. എന്നെ വഷളാക്കിയില്ലേ MR അജിത് കുമാർ ഈ കേരള സമൂഹത്തിന് മുമ്പിൽ? ഞാൻ അങ്ങാടിപ്പാട്ടല്ല പാടിയത്, കേരളത്തിലെ നിയമസഭയിലാണ് പ്രസംഗിച്ചത്. എൻ്റെ അടുത്ത് ഇപ്പോഴും തെളിവുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് തിരിയാനല്ല, ഇപ്പം ഈ യുദ്ധം ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അങ്ങനെ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ പറയുന്ന സാജൻ സ്കറിയയുടെ പിന്നാലെ എത്ര മാസം ഞാൻ കൂടി നിങ്ങൾക്കറിയാലോ. നിങ്ങളിത് എത്ര ആൾക്ക് അനുഭവമുണ്ട്? എത്ര കുടുംബങ്ങൾ ഇവിടെ നശിച്ചു? പോലീസ് ഓഫീസർമാർ എത്ര പേര് ആത്മഹത്യ ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചെയ്തു. അവനെതിരെ കൂടി അവിടെ തന്നെ വഷളാക്കി. നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, കേരള പദ്ധതിയെ അട്ടിമറിക്കാൻ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പണം ഇന്ന വഴിക്ക് വന്നിട്ടുണ്ട്, അത് വിജിലൻസിൽ പോയി. ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച ഒരു MLA PV അൻവർ വിട് ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയോ? എന്തടിസ്ഥാനത്തിലാണ് ഈ ചങ്ങാതി ആ വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞത്? അപ്പൊ പ്രതിപക്ഷം ഉണ്ടൂല. ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുക, എവിടെ പ്രതിപക്ഷം? ഉണ്ടാവില്ല. ഇനി ആകെ കുരുങ്ങി ഇവരൊക്കെ ചാവാൻ പോകുമെന്ന് മനസ്സിലാകുമോ? ഒക്കെ ജയിലിലേക്കാണ് പോകുന്നത്. പലരും തൂക്കിലേറ്റപ്പെടും, പലരും 10ഉം 20ഉം കൊല്ലം കിടക്കേണ്ടി വരും. ഒരു തർക്കമില്ല, അങ്ങോട്ടേക്കാണ് ഇത് പോണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ അവർ കൊല്ലും എന്ന് പറയുന്നത്. ഞാൻ കൊല്ലപ്പെട്ടേക്കാൻ എനിക്കറിയാം, പക്ഷെ ആ തെളിവുകളൊക്കെ ബാക്കിയായിട്ട് തന്നെ ഞാൻ മരിക്കുള്ളൂ. അതിൻ്റെ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക, അതിനൊരു തർക്കമില്ല.